പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് പ്രത്യേകമായ ഒരു വിഷയത്തെക്കുറിച്ചല്ല, മറിച്ച് നമ്മൾ ഇതുവരെ ഏതാനും ഒരു 80ഓളം ക്ലാസ്സുകൾ എടുത്തു. അതിൽ ആളുകൾ എന്തൊക്കെ സംശയങ്ങൾ ഉന്നയിച്ചു എന്നുള്ളവയുടെ ഒരു വിലയിരുത്തൽ മാത്രമാണ് നമ്മൾ നടത്തുന്നത്. അതിന് മറുപടിയല്ല, വിലയിരുത്തലുകൾ മാത്രം. എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, ഖുർആനിൽ ഉപയോഗിക്കുന്ന ഓരോ ഗുണങ്ങൾ, ഇപ്പൊ ഇൻസ് എന്ന് പറയുമ്പോൾ അത് മനുഷ്യരെ മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ പിന്നെ ജിന്ന് മനുഷ്യരിൽ പെടാത്ത ഒരു വിഭാഗമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇതൊക്കെ ഖുർആൻ, ഇത് ഞാൻ നിരവധി തവണ പറഞ്ഞതാണ്. പിന്നെ ആളുകൾ ഇങ്ങനെ വീണ്ടും ഇത് ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഇപ്പൊ ഇൻസ് എന്ന് പറയുമ്പോൾ മനുഷ്യരായ മുഴുവൻ ആളുകളെയും ഉദ്ദേശിച്ചാൽ, അപ്പൊ ജിന്ന് എന്ന് പറയുന്നത് വേറൊരു വിഭാഗമായിട്ടാണ് അപ്പൊ മനസ്സിലാക്കുള്ളൂ. ആ ധാരണയിൽ നിൽക്കുന്ന കാലത്തോളം ഈ ജിന്ന് അവന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ജിന്ന് വേറെ ഇൻസിന്റെ ദേഹത്തേക്ക് കയറുന്ന, മനുഷ്യരിലേക്ക് കയറുന്ന ഒരു പ്രത്യേക ജീവിയായിട്ട്, പ്രത്യേക സൃഷ്ടി, വേറൊരു സൃഷ്ടിയായിട്ടേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണത്. അപ്പൊ ഇൻസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ലാഹിറുൽ ഹവാസാണ് എന്ന് പറയുമ്പോൾ, അവന്റെ ബാഹ്യമായ ഇന്ദ്രിയങ്ങളാണ് എന്ന് പറയുമ്പോൾ, അതാണ് ലാഹിറുൽ ഹവാസ്. ഹിസ്സിയായ അവന്റെ ബാഹ്യമായ ഇന്ദ്രിയങ്ങളാണ് അവയെന്ന് മനസ്സിലാക്കിയാലേ ജിന്നെന്ന് പറയുന്നത് അവന്റെ ബാത്തിനു നഫ്സാണ്, നഫ്സിന്റെ ഉള്ളറയാണ്, ഉള്ളിലുള്ള അവന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നഫ്സാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ ഇൻസിനോടും ജിന്നിനോടുമാണ് പിന്നെ ഇബാദത്തിനുള്ള കൽപ്പന എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ശരിക്കും മനസ്സിലാക്കുക. ഇനി ഈ ഇൻസ് തന്നെ അന്നാസായിട്ട് മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവന്റെ ഈ ഹവാസുകൾ അവന് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ, എന്നാൽ അവന്റെ സമഉം ബസറും ഫുആദും ഉപയോഗിച്ച് അവന്റെ കുഫറിനെ വിട്ട് ഈമാനിലേക്ക് വരാത്ത അവസ്ഥയിൽ അവന് നാസിയായിട്ടാണ്, അന്നാസായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന ആ തലത്തിലേക്ക് ഹവാസുകൾ അവന് ഉപയോഗിക്കുന്നുണ്ട്, അവന് ശരികളെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ സമഉം ബസറും ഫുആദും അവന് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഈ തലത്തിൽ അങ്ങനെ ഉപയോഗിച്ചവന് മോമിനിലേക്ക് വന്നിട്ടില്ല, ഈമാനിലേക്ക് എത്തിയിട്ടില്ല എന്ന ആ അവസ്ഥയിൽ അവന് നാസായിട്ടാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. അതല്ലാതെ മുഴുവൻ മനുഷ്യരുമാണ് അന്നാസ് എന്ന് പറഞ്ഞാൽ, അതിൽ ബുദ്ധി ഉപയോഗിക്കുന്നവരും ചിന്ത ഉപയോഗിക്കുന്നവരും യഥാർത്ഥ വിശ്വാസികളും ഒക്കെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവന് നിൽക്കുന്നിടത്തോളം കാലം അവന് അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. പൂർണ്ണമായിട്ടും ഖുർആനിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതാണ് ഞാൻ സൂചിപ്പിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ അവസാനം തന്നെ എടുത്ത ക്ലാസ് ഈ യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക എന്ന് പറയുമ്പോൾ ഈ ക എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മുത്തഖീങ്ങളുടെയും മോമിനീങ്ങളുടെയും ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരാ, ഏറ്റവും അതിന്റെ ഉയർന്ന തലത്തിലാണ് അവന്റെ ബോധതലം അപ്പം നിൽക്കുന്നത്. ആ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അവന് മുമ്പ് ഒരുപാട് ജ്ഞാനങ്ങൾ, ഇപ്പൊ ഞാൻ അതിന്റെ അത് ക്ലാസ് എടുത്ത ശേഷം എനിക്ക് വിളിച്ച ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞിരുന്നു,
നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ കിട്ടിയ വിവരങ്ങൾ, അതിന്റെ ഭൗതികമായ തലത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഡിഗ്രിക്കാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ PGക്കാണ് നിൽക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിജ്ഞാനത്തിന്റെ മേഖലയിൽ ആ തലത്തിലാണ് നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഇതിന്റെ മുമ്പ് നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിനെയൊക്കെ അതിന്റെ ഓരോ വിഷയങ്ങളിലും യഖീനായ ഒരു തലത്തിലേക്ക് ഇനി നിങ്ങൾ അടുത്ത മേഖലയിലേക്ക് പോകും. ഇങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ആത്മീയതയുടെ തലത്തില് നിങ്ങൾ മുമ്പ് എവിടെ ആയിരുന്നു, നിങ്ങളുടെ മുമ്പ്, ഇപ്പോ നിങ്ങൾക്ക് എന്തൊക്കെ അറിവുകളാണ് ആ മേഖലയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ വിജ്ഞാനത്തിന്റെ ഒക്കെ യഖീനിലേക്ക് നിങ്ങൾ ദൃഢമായി ഓരോ കാര്യങ്ങളും അനുഭവിച്ചറിയുന്ന ആ തലത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്ന ഒരു തഹസ്സുസിന്റെ മേഖല നിങ്ങൾക്ക് പ്രത്യേകമായി ലഭിക്കുന്ന, ജ്ഞാനം ലഭിക്കുന്ന ഒരു മേഖലയിലേക്ക് നിങ്ങൾ ഉയരും. ഈ 3 തലത്തെയാണ് അവിടെ വിശദീകരിക്കുന്നത്. പക്ഷെ ആളുകൾക്ക് അതൊരു സ്ഥൂലമായ ബുക്കായിട്ടും തന്നെ കിട്ടണം എന്നാണ്. അതായത് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഈ മുസ്ഹഫ്, മുമ്പ് എന്ന് പറയുമ്പോൾ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, അതുപോലെയുള്ള സ്ഥൂലമായ ബുക്കുകൾ മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ആ ബുക്കുകൾ അതിന്റെ പൂർണ്ണ വിശുദ്ധിയോടെ അന്ന് നിലനിന്നിരുന്നോ, ഇന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് അവർ പറയും. പിന്നെ അതിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറയുക എന്ന് ചോദിച്ചാൽ പിന്നെ അവർ മറുപടി ഇല്ല. അപ്പൊ ഇതാണ് അതിലെ വിഷയങ്ങൾ. അപ്പൊ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇതിലെ ഓരോ ഗുണങ്ങളും നമ്മളെ അഭിസംബോധന ചെയ്യുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ അവരോട് പിന്നെയും ആമിനു എന്ന് പറയുമ്പോൾ അവരെവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്? ഇങ്ങനെ ഇതിന്റെ ഈ തലങ്ങളിലൂടെ മോമിൻ എന്ന തലം എവിടെയാണ്, മുസ്ലിം എന്ന തലം എവിടെയാണ്, നാസ് എന്ന തലം എവിടെയാണ്, റിജാൽ എന്ന തലം എവിടെയാണ്, നിസ എന്ന തലം എവിടെയാണ് എന്നുള്ളതൊക്കെ നമ്മളുടെ ബോധതലത്തിന്റെ വികാസം ഏത് മേഖലയിലാണ് ഇപ്പൊ എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അപ്പോൾ അഭിസംബോധന നമ്മൾ ആരോടാണ് ആ വചനങ്ങളിൽ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം, എങ്കിലേ ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അതാണ് ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെ പ്രതികരണം ഇങ്ങനെ വിലയിരുത്തിയതിന്റെ ആകത്തുകയാണ് പറയണത്. പിന്നെ ഷിയായിസ് ആണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്, വെളുപ്പിച്ചെടുക്കൽ. ഷിയായിസ് അത് പിന്നെ ഒരു ചാപ്പകുത്തലാണ്, അത് നടക്കും. അതിനെക്കുറിച്ച് നമ്മൾ ബേജാറാകേണ്ട കാര്യമല്ല, അതിനൊന്നും നമ്മൾ പ്രതികരിക്കാനേ നിൽക്കേണ്ടതില്ല. കാരണം ഷിയായിസം എന്ന പുസ്തകം തന്നെ, അതിൽ ഏതാണ് അവരുടെ ബുക്കുകൾ എന്ന് പോലെ എനിക്കറിയില്ല. പിന്നെ അങ്ങനത്തെ എനിക്ക് എന്നെക്കുറിച്ച് എൻ്റെ മനസാക്ഷിയോട് മാത്രം നീതി പുലർത്തിയാൽ മതി. ഞാൻ എന്താണെന്ന്, എവിടെ നിൽക്കുന്നു എന്ന് എനിക്കറിയാം. ഞാൻ സുന്നിയല്ല, മുജാഹിദല്ല, ജമാഅത്തല്ല, ഖാദിയാനിയല്ല. ഇങ്ങനെ ഒരു ഇസത്തിന്റെയും പിറകെ അല്ല. ഖുർആൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻസാനുൽ കാമിൽ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അയാളും അല്ല. അതിനുവേണ്ടി എന്തൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് ശ്രമിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധിക്കൂല. ഏതൊരു സംഘടനയുടെ ചാപ്പ കുത്തുന്നതിനോടും എനിക്ക് യോജിപ്പില്ല, ഞാൻ അതല്ല. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല, അതിന്റെ പേരിൽ ബേജാറുമില്ല. പിന്നെ ഇത് അവരുടെ വ്യാഖ്യാനാണെന്നുള്ളത്, അവരുടെ വ്യാഖ്യാനം ആണ് എന്നുള്ളത് എന്താണെന്ന് പോലെ എനിക്കറിയില്ല. സത്യത്തിൽ അത് അറിയാലോ. എന്താണ് ഷിയായിസത്തിന്റെ സുന്നിസത്തിന്റെയും തമ്മിലുള്ള ചില രാഷ്ട്രീയമായ ചില വ്യത്യാസങ്ങളല്ലാതെ ആഴങ്ങളിൽ അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളതൊന്നും ഞാൻ സൂക്ഷ്മമായി പഠിച്ചിട്ടില്ല. പഠിക്കാത്ത കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്ന് തന്നെ പറയുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് അതിന്റെ മനോഹരമായ രീതി. അതാണ്, നമുക്കറിയില്ലെങ്കിൽ അറിയില്ല. പിന്നെ ആളുകൾക്ക് ഞാൻ മനസ്സിലാക്കിയത്, ഇത് അതിൻ്റെ
ആ പാരമ്പര്യമായ പരിഭാഷയിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളുണ്ട്. അതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, അങ്ങനെ നിന്നെങ്കിലേ ഞങ്ങൾക്ക് ഈ മേഖലയിൽ പ്ലേസ് ഉള്ളൂ, സ്ഥാനമുള്ളൂ. അതിനെ പറഞ്ഞു നടക്കാനാണെങ്കിലും ശരി, അതിനെ വിമർശിക്കാനാണെങ്കിലും ശരി. ഒന്ന്, അത് വിറ്റ് കാശാക്കാൻ വേണ്ടി അതിനനുകൂലമായി പറയാനാണെങ്കിലും ശരി, അതിനെ എതിർത്ത് അതിനെ പരിഹസിച്ച് തങ്ങൾക്ക് സ്പേസ് കണ്ടെത്താനുള്ള ഇതാണെങ്കിലും ശരി, ഇതിന്റെ പാരമ്പര്യമായ ആ തലം തന്നെ നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്ന ആളുകൾ. അത്തരം ആളുകൾ അതുമായി മുന്നോട്ട് പോകാം. അത് ചില പ്രതികരണങ്ങൾ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈസ അലൈഹിസ്സലാമിനെ ഖുർആനിന്റെ ആ തലത്തിൽ നിന്നിട്ടാണ് വിശദീകരിച്ചത്. ഈസയുടെ 3-ാം നാളിലെ ഉയർത്തെഴുന്നേൽപ്പ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ചില ആളുകളുടെ പ്രതികരണം, നിങ്ങൾ യേശുവിനെ തൊട്ട് കളിക്കണ്ട, നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് തന്നെ ധാരാളം പറയാനുണ്ട്, മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞാൽ മതി എന്നാണ്. അപ്പൊ ഇത് ഒരു തരം വെളുപ്പിച്ചെടുക്കലാണ്, പുട്ടിയടിക്കലാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അത്തരം പ്രതികരണങ്ങളൊക്കെ വരുന്നതെന്ന് എനിക്കറിയാം. കാരണം അത്തരം ആളുകൾക്ക് ഇത് അങ്ങനെ തന്നെ നിൽക്കണം എന്നാണ്. നമ്മളൊരു ക്ലാസ് എടുത്തല്ലോ, പശുവിന്റെ വാലുകൊണ്ട് അടിച്ച് മരിച്ച ഒരു മനുഷ്യൻ എണീറ്റ് വന്നു എന്ന രീതിയിലുള്ള ക്ലാസ് എടുത്തു. നമ്മൾ പശുവല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചു. പക്ഷെ അത് അങ്ങനെ തന്നെ നിൽക്കണം, എന്നിട്ട് അതിനെ പരിഹസിക്കണം. ഖുർആൻ ഇതാണ് പറയുന്നത് എന്ന് പരിഹസിച്ച് അതിനെ കളിയാക്കി സമൂഹത്തിൽ ഈ പുസ്തകം ഒന്നുമല്ല, 5 പൈസക്ക് ഈ പുസ്തകം കൊള്ളൂല എന്ന് വരുത്തി തീർക്കണം. അങ്ങനെ ആ ലക്ഷ്യവുമായിട്ട് ഇറങ്ങിയ ആളുകളുണ്ട്. അങ്ങനത്തെ ചില പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ യുക്തിഭദ്രമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകൾക്ക് പല ആളുകൾക്കും ഇഷ്ടമല്ല. പശു പശുവായിട്ട് തന്നെ നിൽക്കണം, കല്ല് കല്ലായിട്ട് തന്നെ നിൽക്കണം, തീയ് തീയായിട്ട് തന്നെ നിൽക്കണം, സമുദ്രം സമുദ്രമായിട്ട് തന്നെ നിൽക്കണം. എങ്കിലേ ഇതിലെ അയുക്തി സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അടിമത്തം അടിമത്തമായിട്ട് തന്നെ നിൽക്കണം. അതുപോലെ തന്നെ റസൂലിന്റെ വിവാഹങ്ങൾ 14 വിവാഹങ്ങൾ സ്ത്രീകളെ വിവാഹം കഴിച്ചു എന്ന് തന്നെ നിൽക്കണം. അതിന്റെ ആധ്യാത്മിക തലങ്ങളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. പ്രവേശിച്ചാൽ അങ്ങനെ ഈ പുസ്തകത്തെ നിങ്ങൾ നന്നാക്കിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് പല പ്രതികരണങ്ങളും നമ്മൾ കാണുന്നത്. ഇപ്പൊ വടിയുണ്ട് അടിച്ച് പാറയിൽ നിന്ന് വെള്ളം വന്നു എന്ന അയുക്തിയുടെ തത്വശാസ്ത്രം തന്നെ ഇവിടെ നിൽക്കണം എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. ഒരു യുക്തിയില്ല, ഒരു ബുദ്ധിയില്ല, ഒരു പ്രായോഗികതയില്ല. അള്ളാഹുവിന്റെ സുന്നത്ത് അതല്ല. അള്ളാഹുവിന്റെ സുന്നത്ത് പിന്നെ പാറയിൽ നിന്ന് ജലം കൊണ്ടുവരിക എന്നുള്ള, വടി കൊണ്ട് അടിച്ചിട്ട് പാറയിൽ നിന്ന് വെള്ളം വരും, പക്ഷെ വടി കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തുകൊണ്ടെങ്കിലും അടിച്ചാൽ അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും, 12 നീരുറവകൾ വരും എന്ന രീതിയിൽ ആളുകൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ അതിന്റെ വിശദീകരണം നിന്നാലേ ഇതിനെ പരിഹസിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ആ പാറ മനുഷ്യന്റെ കല്ലായ ഹൃദയങ്ങളാണ് എന്ന് മനസ്സിലാക്കിയാൽ, കല്ലായ മനുഷ്യന്റെ മനസ്സാണെന്ന് മനസ്സിലാക്കിയാൽ, ആ വടി അവന്റെ ഐഡിയോളജിയാണ്, അല്ലെങ്കിൽ അവന്റെ തത്വശാസ്ത്രമാണ്, അവന്റെ ദൈവികമായ ജ്ഞാനമാണ്. അതുകൊണ്ടാണ് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ, കല്ലായി മാറിയ മനസ്സുകളിൽ ഈ ആശയം കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് 12 ഉറവുകൾ എന്ന് വന്ന മനസ്സിന്റെ പൂർണ്ണതയിലേക്ക്, അതാണ് 12 പൂർണ്ണതയെയാണ് സൂചിപ്പിക്കുന്നത്. ഖുർആൻ ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലെയും 12 പൂർണ്ണതയിലേക്ക് അവനെ നയിക്കാൻ കഴിയും. അവന്റെ ആ കല്ലായ ഹൃദയത്തിൽ നിന്ന് 12 ജ്ഞാനത്തിന്റെ ഉറവുകൾ പൊട്ടിയൊഴുകും. അത് ഖുർആൻ വിവരിക്കുന്ന 12 ഐനുകൾ ഖുർആൻ വിവരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അങ്ങനെ വിശദീകരിക്കാൻ പറ്റൂല. അങ്ങനെ വിശദീകരിച്ചാൽ ഇത് മാനവികമാവും,
ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉതകുന്നതാവും, യുക്തിഭദ്രമാവും, അത് ഓരോ മനുഷ്യന്റെ ഉള്ളിലും പ്രായോഗികമാവും. പിന്നെ ഇതിനെ വിമർശിക്കാൻ വകുപ്പില്ലാതാവും. തങ്ങൾക്ക് പിന്നെ സ്പേസ്, ഇടമില്ലാതായി തീരും. അതാണ് ഇതിനെ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ആളുകൾക്കുള്ള പ്രശ്നം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, പശുവിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് വേണം കൊല്ലപ്പെട്ട മനുഷ്യനെ അടിച്ചിട്ട് എഴുന്നേൽപ്പിക്കാൻ, ജീവൻ വെപ്പിക്കാൻ. അതങ്ങനെ തന്നെ നിൽക്കണം, എങ്കിലേ നമുക്ക് പരിഹസിക്കാൻ പറ്റുള്ളൂ. പശുവിന്റെ വാലുകൊണ്ട് അടിച്ച് മരിച്ച മനുഷ്യനെ എണീപ്പിച്ചു എന്ന് പറയുന്ന പൊട്ടയായ ഗ്രന്ഥമാണ് ഇത് എന്ന് പരിഹസിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആളുകൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു ഈസയെ കുറിച്ച് നമ്മൾ ഉയർത്തിയെന്ന് പറഞ്ഞാൽ ഒരു മൊത്തത്തിലുള്ള അവലോകനമാണ് ഞാൻ നടത്തുന്നത്. ഒരു മനുഷ്യനെ അവന് ഉയരങ്ങളിലാണ്, അല്ലെങ്കിൽ അവന് ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവനെ ഏതെങ്കിലും ഒരു മലമണ്ടയിൽ കൊണ്ടുപോയി മരത്തിന്റെ ചില്ലയിൽ കൊണ്ടുപോയി ഇരുത്തി, അല്ലെങ്കിൽ ഏതെങ്കിലും 10 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ഇരുത്തി, അല്ലെങ്കിൽ ആകാശത്ത് കൊണ്ടുപോയി ഇരുത്തി എന്ന് പറയുന്ന ആ തലത്തിലുള്ള വിശദീകരണം തന്നെ നിൽക്കണം. എങ്കിലേ സ്ഥൂല ശരീരത്തോടുകൂടി ഒരു മനുഷ്യൻ ഇന്നും ആകാശത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനും പരിഹസിക്കാനും കളിയാക്കാനും പറ്റുള്ളൂ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് മനസ്സിലായല്ലോ. അപ്പൊ ഈസയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ വിശദീകരിച്ചത് ഈസയുടെ ഉയർത്തെഴുന്നേൽപ്പുമായി ഖുർആൻ പറഞ്ഞ വസ്സലാമു അലയ്യ യൗമ ഉലിത്ത, ആ യൗമ്, വയൗമ അമൂത്തു അത് 2ാമത്തെ യൗമ്, വയൗമ ഉബ്അസുഹയ്യ 3ാമത്തെ യൗമ്. ഇതാണ് 3 നാളുകളിൽ 3 ജ്ഞാനത്തിന്റെ മേഖലകളിലൂടെ പോകുമ്പോഴാണ് ഈസ ഇബ്നു മറിയം ജന്മമെടുക്കുന്നത്, ഈസബിന് മറിയം ഹയാത്തോടുകൂടി വരുന്നത് എന്ന അതാണ് ഹയ്യായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ച ഖുർആനിന്റെ വിശദീകരണമാണ്. മറ്റ് നമ്മുടെ സഹോദരങ്ങളുടെ സമൂഹത്തിന്റെ വിശദീകരണമല്ല അത് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. അവരുടെ വിശ്വാസങ്ങളുടെയോ അവരുടെ ആചാരങ്ങളെയോ അവരുടെ അനുഷ്ഠാനങ്ങളെയോ അവരേതല്ല ഒരു മതത്തിന്റെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുന്ന രീതിയല്ല നമ്മുടേത്. ഖുർആനിന്റെ ആധ്യാത്മികമായ, അതിൻ്റെ ആത്മീയമായ തലത്തിലേക്കുള്ള പ്രവേശനമാണ് നമ്മുടെ വായന എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോ അള്ളാഹുവിന്റെ യുക്തിക്കോ അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഒരു സുന്നത്തുണ്ട്. നമ്മൾ സത്യത്തിൽ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ ഒരു തീ നമ്മൾ കത്തിച്ച് അതിൽ വെള്ളം വെക്കുന്നത്? ഇതിലാണ്. തീയിനെ നമ്മൾ തൊടാത്തത് കൈ കൊണ്ട് തൊടാത്തത് എന്തുകൊണ്ടാണ്? എന്ത് വിശ്വാസത്തിലാണ്? കാരണം അള്ളാഹുവിന്റെ ഒരു സുന്നത്തുണ്ട്, ആ തീയിന്റെ ഒരു ഗുണം. ആ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് ഭംഗം വരും. ഇടക്കിടക്ക് അതിന്റെ ഗുണങ്ങൾ മാറിയാൽ, തീ ചിലപ്പോൾ തണുപ്പാകാൻ നിന്നാൽ എന്തായിരിക്കും അവസ്ഥ? ചില സന്ദർഭങ്ങളിൽ അത് തണുപ്പാകുക, ചില സന്ദർഭങ്ങളിൽ അതിന്റെ ചൂട് എന്ന ഗുണം പ്രകടിപ്പിക്കുക. അങ്ങനെ അതിന്റെ വ്യത്യസ്ത ഗുണങ്ങൾ ആ തീ പ്രകടിപ്പിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യുക? നമ്മളൊരു വിത്ത്, നെല്ലിന്റെ ഒരു വിത്ത് ഭൂമിയിൽ ഇടുന്നത് എന്തിന്റെ? അത് അള്ളാഹുവിന്റെ ഒരു സുന്നത്തുണ്ട്. ആ വിത്ത് മുളച്ചാൽ നെല്ലാണ് ഉണ്ടാകുക എന്നുള്ളത്. അത് വേറൊരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ എന്ത് വിശ്വാസത്തിലാണ്, എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഭൂമിയിൽ ഓരോ കർമ്മവും ചെയ്യാന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ആ സൂചന നൽകുന്നത്, ഇപ്പൊ ഇബ്രാഹിമിനെ തീയിൽ നിന്ന് എണീപ്പിച്ച് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആ തീ, അപ്പൊ അതിന് ഒക്കെ ഒരു ന്യായം പറയൽ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വചനം വിശദീകരിക്കാറുണ്ട്. എന്താണ് ആ വചനം എന്ന് വെച്ചാൽ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവിടെ ഖദർ എന്ന് പറയുന്നത് കഴിവ് എന്നുള്ള അർത്ഥത്തിനല്ല, ഈ എല്ലാ കാര്യത്തിനും കൃത്യമായ ഒരു കണക്ക് നിർണയം വെച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ഞാനിപ്പോ ഈ വിശദീകരിച്ചത്. നമുക്ക് ഒരു കോഴിക്കുഞ്ഞുണ്ടാകണമെങ്കിൽ
ആ കോഴിയുടെ മുട്ട വിരിയിച്ചു തന്നെ ഉണ്ടാക്കണം. ഒരു കല്ലിട്ടാൽ കോഴിക്കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞാൽ, ഞാൻ സൂചിപ്പിച്ചത് ഒരു വടിയിട്ടാൽ അതൊരു പാമ്പാവും എന്ന് പറഞ്ഞാൽ, ഒരു പാമ്പ് ഉണ്ടാകണമെങ്കിൽ എന്താണ് അതിന്റെ കതിർ എന്നുള്ളത് ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു മാങ്ങ ഉണ്ടാകണമെങ്കിൽ അതിന്റെ മാവിന്റെ ആ മാങ്ങയുടെ വിത്ത് ഭൂമിയിൽ കുഴിച്ചിട്ട് അതിനെ വളർത്തി ഉണ്ടാക്കി ഒരു വൃക്ഷമായി മാറി അതിൽ നിന്ന് പൂക്കൾ ഉണ്ടായി, അങ്ങനെയാണ് അതൊരു മാങ്ങ. അതാണ് അതിന്റെ കതിർ. അതിന് നിശ്ചയിച്ച ഒരു തോത്, നിർണയം, കണക്ക്, അതാണ് അതിൻ്റെത്. ഇങ്ങനെ മനുഷ്യന് മൂസയുടെ കതിറിലേക്ക് എത്തുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് ലഖദ് ജിഇത അലാ ഖദരി മൂസ എന്ന് പറയുന്നത്. മനുഷ്യബുദ്ധി, മൂസയുടെ കതിർ എന്ന് പറയുന്നത് അക്സൽ ഇദ്റാഖാണ്. കാര്യങ്ങളെ അങ്ങേയറ്റത്ത് പോയി കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കുക എന്നുള്ളതാണ് കതിർ. ആ കതിറിലേക്കാണ് മൂസ എത്തുന്നത്. ഇങ്ങനെ ഓരോന്നിനും ഒരു കതിർ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന ആശയത്തെ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നാക്കി മാറ്റിയിട്ട് ഏത് സമയത്തും അവന്റെ സുന്നനുകളെ, അവന്റെ സുന്നത്തുകളെ അവൻ മാറ്റിക്കൊണ്ടിരിക്കും എന്ന രീതിയിൽ വിശദീകരിക്കാൻ തുടങ്ങി. എന്നാൽ ആ തബ്ദീൽ അലി സുന്നത്തില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അവന്റെ സുന്നത്തിന് തബ്ദീലും മാറ്റങ്ങളില്ലാന്ന്. ഇതാണ് അവന്റെ ഈ പ്രകൃതിയിലുള്ള സുനനുകൾ, കവാനീനുകൾ, നിലാമുകൾ. ഒരു നിയമവ്യവസ്ഥയുണ്ട് ഈ പ്രപഞ്ചത്തിന്. അതിന്റെ ധൈര്യത്തിലും ഉറപ്പിലും ആണ് മനുഷ്യര് എന്ന് പറഞ്ഞ ജീവജാലങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു തീയിന്റെ അവിടെ നിന്നാണ് പോകുന്നത്. ഇബ്രാഹിമിന്റെ തീയ് തണുപ്പായി എന്ന് പറയുമ്പോ, ബർദ് എന്ന് പറയുമ്പോൾ അത് കൂളായി എന്നാ മനസ്സിലാക്കണം. സലാം, ശാന്തി നൽകി ആ തീ എന്നാ പറയണത്. സത്യത്തിൽ ഓരോ മനുഷ്യന്റെ ഉള്ളിലുള്ള തീയാണത്. അഗ്നിയുടെ, പകയുടെ, ശത്രുതയുടെ, അജ്ഞതയുടെ, വിദ്വേഷത്തിന്റെ ഒക്കെ തീ അവന്റെ മനസ്സിന്റെ ഉള്ളിലാണ്. ആ തീയാണ് സത്യത്തില് അവന് ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും കാര്യങ്ങൾ വ്യക്തമാകുന്നതിലേക്കും അവനെ കൊണ്ടുവരുന്നത്. ആ തീയിൽ നിന്നാണ് അള്ളാഹു എന്ന് പറയുന്ന ആ തലത്തിലേക്ക് ഉയരുമ്പോൾ അത് ആയി മാറുന്നത്. അവന്റെ ജ്ഞാനത്തിന്റെ തലത്തിലേക്ക് ഇബ്രാഹിം എത്തുമ്പോഴാണ് അത് സലാമും ബർദുമായി മാറുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിയാതെ ഇങ്ങനെ ഓരോന്നും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വടി പാമ്പാകാൻ, ഒരു പാമ്പുണ്ടാകാനുള്ള ഒരു കതിറുണ്ട്. ആ കതിര് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഞാൻ കോഴിക്കുഞ്ഞുണ്ടാകാനുള്ള ഒരു കതിർ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത്. അതിന്റെ സമയം, അതിന് ഉപയോഗിക്കേണ്ട വസ്തു കോഴിമുട്ടയാണ്. അതിന് ലഭിക്കേണ്ട ചൂട് എത്ര തോതിൽ ലഭിക്കണം, എത്ര ദിവസം ലഭിക്കണം എന്നൊക്കെ അതിനൊരു കതിറുണ്ട്. അപ്പോഴാണ് അത് സ്വയം പൊട്ടിച്ച് പുറത്തേക്ക് ആ കുഞ്ഞു വരും എന്ന് പറയുന്ന അതിനൊരു കതിറുണ്ട്, നിശ്ചയിച്ച കതിറാണ്. ഇതിനെ വിട്ട് നമ്മൾ പറയാണ് ആ വടി കൊണ്ട് അടിച്ചപ്പോ ഒരു സമുദ്രം രണ്ടായി മാറി നിന്നു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, നമ്മളത് പറഞ്ഞിരുന്നു, അത് രണ്ട് ലാഹിറും ബാത്തിനുമായ, ആന്തരികവും ബാഹ്യവുമായ രണ്ട് അറിവിന്റെ തലങ്ങൾ വ്യക്തമായി വേർതിരിച്ച് കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുമ്പോഴാണ്, അതാണ് ആ മൂസയുടെ അസ, അതാണ് അവന്റെ മൂസയുടെ കയ്യിലുള്ള ദൈവിക ജ്ഞാനമാണ്. ആ ജ്ഞാനം കൊണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് ജ്ഞാനത്തിന്റെ തലവും ലെർബ് ചെയ്യാണ്. കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ച് അതിന്റെ ബയാനിലേക്ക്, അതിന്റെ ലിയായിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ബാഹ്യമായ ജ്ഞാനത്തിന്റെ തലത്തിൽ നിന്ന് ആന്തരികമായ ജ്ഞാനത്തിന്റെ തലങ്ങളിലേക്ക് രണ്ടും വേർതിരിഞ്ഞ് മനസ്സിലാക്കുന്ന ആ തലത്തിലേക്ക് എത്തിപ്പെടുന്നത്. അതാണ് രണ്ട് ജ്ഞാനത്തിന്റെ സാഗരമായി അവിടെ വേറിട്ട് കിട്ടുന്നത്. കാരണം ലാഹിർ ഒന്നുമല്ല എന്നും ബാത്തിനായ ജ്ഞാനങ്ങളുടെ ആഴങ്ങളിലേക്ക് പോയെങ്കിലേ അതിൽ നിന്ന് മുത്തും പവിഴവും ലുലും മർജാനും ഒക്കെ കിട്ടുകയുള്ളൂ എന്ന ആ തലത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഒരാളുടെ ബുദ്ധി, ഒരാളുടെ ചിന്ത, ഒരാളുടെ അന്വേഷണം, അതാണ് അയാളുടെ ലർബ്. കാര്യങ്ങളുടെ റുയ്യത്ത്, കാര്യങ്ങളുടെ ബയാന്,
ഓരോന്നും അന്വേഷിച്ച് പോകുമ്പോ കിട്ടുന്ന അജ്ഞാനം. അത് അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കണ്ടെന്നാ പറയുന്നത്, അത് വെളുപ്പിച്ചെടുക്കലാന്നാ പറയുന്നത്. ആ ഒരു തലത്തിൽ മാത്രമേ ഇന്നത്തെ അവലോകനം ഞാൻ നിർത്തുന്നുള്ളൂ. ഇത് വെളുപ്പിച്ചെടുക്കലാണ്. പാരമ്പര്യമായ വിശ്വാസികളുടെ ആക്ഷേപങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല. ഈ വെളുപ്പിച്ചെടുക്കലാണ് എന്ന് പറയുന്ന ആ തലത്തിലോട് മാത്രമാണ് ഇപ്പൊ നമ്മൾ വിശദീകരണം ഒതുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ പോവുകയാണ് ഓരോ കാര്യങ്ങളും. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എൻ്റെ സഹോദരങ്ങളോട്, ഇത് വെളുപ്പിച്ചെടുക്കലാണ് എന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ സഹോദരങ്ങളെ, ഇത് ഒരു മനുഷ്യന് ഗുണകരമായ കാര്യമല്ല നമ്മൾ പറയുന്നത്. വെളുപ്പിച്ചെടുക്കുക എന്നുള്ള ആക്ഷേപം സത്യമാണെങ്കിൽ പോലും തൻ്റെ സഹോദരനെ കൊല്ലണം എന്ന് കണ്ടിടത്ത് വെച്ച് കൊല്ലണം എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. അത് അങ്ങനെ തന്നെ നിർത്തണം എന്ന് എന്താ വാശി? അത് കണ്ടിടത്ത് വെച്ച് കൊല്ലണം തന്നെയാണ് പറഞ്ഞിരിക്കണത് എന്ന് എന്തിനാണ് ഒരു സമൂഹത്തെ അതുപോലെ തന്നെ വിശ്വസിപ്പിച്ച് ഇവിടെ ഒരു ആ രീതിയിൽ അരാജകത്തുണ്ടാക്കേണ്ട ആ വിശദീകരണം തന്നെ അവിടെ നിൽക്കണമെന്ന് എന്തിനാ നമ്മൾ വാശി എടുക്കണത്? അതല്ല മനുഷ്യന്റെ ഉള്ളിലെ അത് അവനിൽ നിന്ന് അത്തരം തെറ്റായ ചിന്തകൾ ഉയർന്നു വരുമ്പോഴൊക്കെ അതിനെ ഇല്ലാതാക്കണം എന്ന് പറയുന്നതിനെ ഓരോ മനുഷ്യനെയും സംസ്കരിച്ചെടുക്കുന്ന ആ തലത്തിലേക്ക് അത് വായിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മാത്രമല്ല, സാധ്യതകൾ മുഴുവൻ അതിനുമായിരിക്കെ എന്തുകൊണ്ടാണ് നമ്മളതിന്റെ എല്ലാ സാധ്യതകളും വിശദീകരിക്കുന്നുണ്ട്? വെറുതെ അങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്ന് വെറുതെ പറഞ്ഞു പോകുകയല്ല. ഇങ്ങനെ അതിൽ നിരവധി കത്തില് വിശദീകരിച്ച ശേഷമാണ് ഇത് നഫ്സിന്റെ കത്തിലാണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ച ശേഷമാണ് നമ്മൾ അവിടേക്ക് എത്തുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് അവിടെ അങ്ങനെയാണ് വിശദീകരണം എന്ന് പറഞ്ഞു പോകുകയല്ല ചെയ്യണത്. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് വിമർശിക്കാം. ഇപ്പൊ നമ്മള് ഒരു ഹിജാറത്ത് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഖുലൂബുഹും കൽ ഹിജാറത്ത് എന്ന് പറയുന്ന ആ കൽബിനെ ഹിജാറത്തായിട്ട് കണ്ടിട്ടാണ് ഫളിരിബി അസാക്കൽ ഹജറ, ആ ഹജറിലാണ് അടിക്കേണ്ടത് എന്ന് പറയുന്നതും അത് ഒരു മനുഷ്യനിൽ സ്നേഹവും കരുണയും ദയയും അങ്ങനെ മാനവികമായ എന്തൊക്കെ അവനിൽ ഉണ്ടാക്കേണ്ട ഗുണങ്ങളുണ്ടോ ആ ജ്ഞാനത്തിന്റെ അറിവുകളെയൊക്കെ അവനിൽ നിന്ന് ഉണ്ടാക്കി തീർക്കുന്ന ആ മാനവികമായ ഗുണങ്ങളിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരുമ്പോൾ അതിൽ എന്താണ് തകരാറ്? ഒന്ന്, അതിൽ വെളുപ്പിക്കലാണെങ്കിൽ പോലും ഗുണമാണ്. രണ്ട്, അതിൻ്റെ എല്ലാ വിശദീകരണ സാധ്യതകളും നമ്മൾ ഖുർആനിൽ നിന്ന് വ്യക്തമായ തെളിവുകളോടെ നമ്മൾ സമർത്ഥിക്കുന്നുണ്ട്. വ്യക്തമായ തെളിവുകളോടെ നമ്മൾ സമർത്ഥിക്കുന്നുണ്ട്. അവിടെ ആ സമർത്ഥനങ്ങളിൽ ആ വ്യാഖ്യാനങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മൾ പറയാം, അവിടെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഹജർ എന്ന് പറയുന്നത് കല്ലല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പറയും. ഇപ്പൊ നമ്മൾ പശുവിന്റെ വാല് കൊണ്ട് അടിച്ചാൽ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇള്ളിരിബൂഹു എന്ന് പറയുന്നത് നഫ്സിനെ, കൊല്ലപ്പെട്ട നഫ്സിനെ അടിക്കാനല്ല എന്നുള്ളത് നമ്മൾ പറയാനുള്ള ഭാഷാപരമായ ന്യായമുണ്ട്. അതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ഇങ്ങനെ വ്യക്തമായ തെളിവുകൾ അത് ഞാൻ ആ ക്ലാസ് മാത്രം എടുത്തിട്ട് ഒരു ക്ലാസ് കൂടെ ഇട്ടിട്ടുണ്ട്. പശുവിന്റെ വാല് കൊണ്ടടിച്ചാൽ മരിച്ചവർ ജീവിക്കുമോ എന്ന ചോദ്യത്തിൽ. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. വ്യക്തമാകാത്ത കാര്യങ്ങൾ തുടർന്ന് ഒരു 5-6 മാസം, ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും നമ്മളെ പിന്തുടർന്നാൽ ഓരോ കാര്യങ്ങളും സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കഴിയും. അതാണ് മൊത്തത്തിൽ ഈ ക്ലാസ്സുകളെ കുറിച്ചുള്ള ഒരു ചെറിയ അവലോകനം നടത്താനുള്ളത്. ഇനി ഇത് വിശദമായിട്ട് ഓരോ ക്ലാസ്സുകളും വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം വേണം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഓരോ ടേം വാക്കുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ ഏതൊരു തലത്തിലാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ ക്ലാസ്സിലൂടെ ഒരു സന്ദേശം നൽകാനുള്ളത്. അപ്പൊ ഇൻസ് എന്താണ്, ജിന്നെന്താണ്, നാസ് എന്താണ്, അതിൽ നിന്ന് കുഫറിലേക്ക് എപ്പോഴാണ് എത്തുക, ആ കുഫറും വിട്ട് ഈമാനിലേക്ക് എപ്പോഴാണ് എത്തുക, അത് ഇബ്രാഹിം നാസിന്
എന്തുകൊണ്ടാണ് മാറ്റിയെടുക്കുന്നത്? ആ നാസിനെ റിജാലാകുന്നത് എപ്പോഴാണ്? ആ റിജാലിലേക്ക് എത്തുന്നതിന് മുമ്പ് അവരുടെ നിസാഹിന്റെ അവസ്ഥ എന്താണ്? ഇങ്ങനെ ഓരോ അതിനുള്ള പദങ്ങളുടെ വ്യക്തമായ തലങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് കൃത്യമായി മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ ഇനിയുള്ള നമ്മൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സലാം.